അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 11 വാക്യവും 13 വാക്യത്തിൻ്റെ അവസാന ഭാഗവും നമുക്ക് വായിക്കാം. ഞങ്ങൾ പരമാർത്ഥികൾ ആകുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല. അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യങ്ങളുടെ ഏതാനും ഭാഗങ്ങളാണ് നാം കേട്ടത്. രാജാവിൻ്റെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ജോസഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. ദൈവം അവനെ രക്ഷിക്കുവാൻ ഫറവോന് സ്വപ്നം കൊടുത്തു. അത് വിവരിക്കുവാൻ മിസ്രയീമിൽ ഒരു ജ്ഞാനിക്കും കഴിഞ്ഞില്ല. അപ്പോൾ ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി തൻ്റെ തെറ്റ് ഓർക്കുകയും ഫറവോൻ്റെ സന്നിധിയിൽ ജോസഫിനെ കുറിച്ച് പറയുകയും ചെയ്തു. ഭാഗ്യവശാൽ ഫറവോന് താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയിക്കുവാൻ ജോസഫിന് ലഭിച്ചു. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നാം ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു ദിവസം കൊണ്ടല്ല താൻ കണ്ട ദർശനം ജോസഫിന് നിവൃത്തിയായത്. ഏകദേശം 13 വർഷം അവൻ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. നാം ജോസഫിൻ്റെ ചരിത്രം വായിച്ചു വിടുമ്പോൾ അവൻ അനുഭവിച്ച വ്യതയും വ്യസനവും മുഴുവനായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ജോസഫിൻ്റെ വ്യതയെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും അല്പമായി നമുക്ക് ചിന്തിക്കാം. അതിന് ആധാരമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 21 വാക്യം നമുക്ക് വായിക്കാം. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ജോസഫിൻ്റെ മുമ്പിൽ വെച്ച് ജോസഫിൻ്റെ സഹോദരന്മാർ തങ്ങളുടെ വലിയ പ്രതിസന്ധിയിൽ അവനെ തിരിച്ചറിയാതെ പറയുകയാണ്. സഹോദരന്മാർ ജോസഫിൻ്റെ മനോഹരമായ പല വർണ്ണങ്ങളുള്ള കോട്ട് വലിച്ചൂരിയെടുത്ത് തന്നെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവൻ നിലവിളിച്ചു. തന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. എന്നിട്ടും തൻ്റെ സഹോദരന്മാർക്ക് ജോസഫിനോട് കരുണ തോന്നിയില്ല. ചില വ്യക്തികൾ നമ്മോട് കരുണ കാണിക്കാതിരിക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയണം. ജോസഫ് നിലവിളിച്ചപ്പോൾ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് കരുണ തോന്നിയിരുന്നെങ്കിൽ ആ സഹോദരന്മാരുടെ നിന്ദയും ഭീഷണിയും സഹിച്ച് സ്വപ്നക്കാരനെന്ന വിളിയും കേട്ട് ഒരു ഇടയനായി തന്നെ ജോസഫ് ജീവിക്കേണ്ടി വരുമായിരുന്നു. ജോസഫ് അവൻ്റെ സഹോദരന്മാരോടുകൂടെ ജീവിച്ചാൽ ദൈവത്തിന് ജോസഫിനോടുകൂടെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്നാണ് വാക്കും ഭാഷണവും കൂടാതെ യഹോവയ്ക്ക് ജോസഫിനോടും നമ്മോടും പറയുവാനുള്ളത്. സങ്കടങ്ങളിലും പ്രതികൂലത്തിലുമാണ് ഒരു ദൈവമകനോ ദൈവമകളോ ദൈവത്തെ മുഖാമുഖം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 51 52 വാക്യങ്ങളിൽ എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം മറക്കുമാറാക്കി എന്നും സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്നും ജോസഫിൻ്റെ ചില വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് താൻ ദർശനം കണ്ട അന്നു മുതൽ ദർശനം നിവൃത്തിയാകുന്നത് വരെയുള്ള ദൂരം ഏകദേശം 13 വർഷവും അതിലേക്ക് താൻ എത്തിപ്പെടുന്നത് വരെ താൻ അനുഭവിച്ച സങ്കടം അനവധിയാകുന്നു എന്നുമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ ദൈവമകളെ ഓർക്കുക, ദൈവം ഒരു വാഗ്ദാനം തന്നാൽ എത്ര താമസിച്ചാലും അവനത് നിവർത്തിക്കും. ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ വലിയപ്പനുമായി ബോട്ട് സവാരിക്ക് പോയി. സ്വന്തം ബോട്ടാണ്. പെൺകുട്ടിക്ക് നീന്തൽ വശമില്ല. വലിയപ്പൻ നേവിയിൽ നിന്നും വിരമിച്ച നീന്തൽ വശമുള്ള വ്യക്തിയാണ്. ബോട്ട് കരവിട്ട് വളരെ ദൂരം പിന്നിട്ടപ്പോൾ ബോട്ടിന് തകരാർ സംഭവിച്ചു. എഞ്ചിൻ നിലച്ച ബോട്ട് കായലിൽ ഒഴുകി നടക്കുകയാണ്. സമീപത്തൊന്നും മറ്റൊരു ബോട്ടോ വള്ളമോ കാണാതെ അവർ വളരെ വിഷമിച്ചു. കുഞ്ഞിനെയും കൊണ്ട് കരയിലേക്ക് നീന്തുവാൻ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ വലിയപ്പന് ഭയമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് തന്നെ അനുവദിച്ചില്ല. ബോട്ടിൽ സൂക്ഷിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് കുഞ്ഞിന് കൊടുത്തുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ കുഞ്ഞിനോട് നിർദ്ദേശിച്ച് താൻ കരയിലേക്ക് നീന്തി. താൻ കുഞ്ഞിനെ വിട്ട് കരയിലേക്ക് നീന്തുമ്പോൾ നല്ല മനോപ്രയാസം ആ പ്രിയപ്പെട്ടവന് ഉണ്ടായിരുന്നു. മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നതിനാൽ ആ വലിയപ്പൻ അപ്രകാരം ചെയ്തു. കുഞ്ഞിനോട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പപ്പ കരയിൽ ചെന്ന് മറ്റൊരു ബോട്ടുമായി ഉടനെ വരാം. എന്നാൽ കരയിൽ ചെന്ന് തനിക്ക് വളരെ വൈകിയാണ് ബോട്ടുമായി വരുവാൻ കഴിഞ്ഞത്. തൻ്റെ കുഞ്ഞിനെ നോക്കി അവിടെയെല്ലാം അലഞ്ഞിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആ പിതാവ് വളരെ പ്രയാസത്തിലായി. ആ സമയത്താണ് ബോട്ട് ഡ്രൈവർ ഒരു കാഴ്ച കണ്ടത്. അങ്ങ് ദൂരെ അഴിമുഖത്തിനടുത്തൊരു ചുവന്ന വസ്തു കിടക്കുന്നു.
അതിവേഗം ബോട്ട് അങ്ങോട്ട് ഓടിച്ചു. ചുവപ്പ് വസ്തുവിൻ്റെ അടുത്തെത്തിയപ്പോൾ 2 പേർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ഓമന മകൾ എപ്പോഴും ഒരു പ്രത്യാശാഗാനം പാടിക്കൊണ്ട് അവിടെ കിടക്കുകയാണ്. അവളുടെ ഉടുപ്പിൻ്റെ കളർ ചുവപ്പായിരുന്നതിനാൽ കണ്ടെത്തുവാൻ എളുപ്പം കഴിഞ്ഞു. ബോട്ട് ഡ്രൈവർ ബോട്ടിൻ്റെ നിയന്ത്രണം ആ പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചാടി കുഞ്ഞിനെ ബോട്ടിൽ കയറ്റി. കരയിലേക്കുള്ള യാത്രാമധ്യേ ബോട്ട് ഡ്രൈവർ ചോദിച്ചു, മകളെ, ഈ വിജനമായ കായലിൽ ഒറ്റയ്ക്ക് കിടക്കുവാൻ നിനക്ക് ഭയമുണ്ടായോ? അതിന് കുഞ്ഞു കൊടുത്ത മറുപടി പ്രകാരമായിരുന്നു, എൻ്റെ വലിയപ്പൻ എന്നോട് പറഞ്ഞത് കരയിൽ ചെന്ന് ബോട്ടുമായി വരാം എന്നാണ്. എൻ്റെ വലിയപ്പൻ ഇന്നുവരെയും വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പപ്പായെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമുണ്ടായിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന തൻ്റെ വലിയപ്പനെ കുറിച്ചാണ് ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് എത്രയധികം വിശ്വസിക്കാം. യേശു നമ്മോട് പറയുകയാണ്, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. തന്നെയുമല്ല, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യും. നാം അവൻ്റെ അടുക്കൽ ചെന്നാൽ നിശ്ചയമായും അവൻ തൻ്റെ വാഗ്ദാനം നിവർത്തിക്കും. ഇവിടെ ജോസഫിന് ഒരു ദർശനം കൊടുക്കുന്നു. അതൊരു വാഗ്ദാനം തന്നെയാണ്. വർഷങ്ങൾ പലത് കടന്നു പോയെങ്കിലും ജോസഫ് എവിടെയെല്ലാം പോകേണ്ടി വന്നുവോ അവിടെയെല്ലാം യഹോവ അവനോട് കൂടെ കടന്നു ചെന്നു. എങ്കിലും ജോസഫിൻ്റെ കാലുകൾ ബന്ധനത്തിലായിരുന്നുവെന്ന 105 സങ്കീർത്തനം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ കാണുന്ന മറ്റൊരു കാര്യം, ദൈവം ജോസഫിനെ മിസ്രൈമിലേക്ക് അയച്ചു എന്നതാണ്. അന്നത് ജോസഫിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. തന്നെയുമല്ല, പൊട്ടക്കിണറും പോത്തിഫറിൻ്റെ ഭവനവും രാജാവിൻ്റെ കാരാഗ്രഹവും എല്ലാം ദൈവം ജോസഫിനെ ഒരുക്കിയ വിദ്യാലയങ്ങളായിരുന്നു. ദൈവം അവനെ പൊട്ടക്കുഴിയിലും പോത്തിഫറിൻ്റെ ഭവനത്തിലും രാജാവിൻ്റെ കാരാഗ്രഹത്തിലും ശോധന ചെയ്യുകയായിരുന്നു. ജോസഫ് ചിന്തിച്ചത് ഇസ്മായേലിയർ തന്നെ കട്ടുകൊണ്ടുപോയി എന്നാണ്. തൻ്റെ സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടതിന് ശേഷം അങ്ങോട്ട് തിരിഞ്ഞ് ചെന്നിട്ടില്ല. പണം മേടിച്ച് പൊട്ടക്കിണറ്റിൽ നിന്നും ജോസഫിനെ എടുത്തുകൊള്ളുവാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ജോസഫിൻ്റെ ഏകദേശം 13 വർഷത്തെ തടങ്കൽ ജീവിതവും പ്രതികൂലങ്ങളും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ പെട്ടതാണെന്ന് ജോസഫ് മനസ്സിലാക്കിയത് തൻ്റെ സഹോദരന്മാർ വിശന്നു വലഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ മേടിക്കുവാനായി കനാൻ ദേശത്തു നിന്നും മിസ്രൈമിൽ തൻ്റെ അടുക്കൽ വന്നപ്പോൾ മാത്രമായിരുന്നു. താൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദർശനം എന്താണെന്ന് ശരിയാവണ്ണം ജോസഫ് മനസ്സിലാക്കിയത് സഹോദരന്മാർ തൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നപ്പോൾ മാത്രമാണെന്ന് സാരം. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലം ഒരുപക്ഷെ താൻ കണ്ട ദർശനം ജോസഫ് മറന്നാലും തനിക്ക് ദർശനം കൊടുത്തവനായ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ജോസഫിനെ മറക്കുകയോ താൻ അവന് കൊടുത്ത ദർശനം മറക്കുകയോ താൻ കൊടുത്ത ദർശനം നിവർത്തിക്കാതിരിക്കുകയോ ചെയ്തില്ല. കാരണം ജോസഫ് താൻ കണ്ട ദർശനം മറന്നുപോയാലും തനിക്ക് ദർശനം തന്ന ദൈവത്തെ മറക്കുവാനോ അവനെതിരെ പാപം ചെയ്യുവാനോ തന്നെത്താൻ വിറ്റു കളഞ്ഞിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനും അല്പം പോലും നാം താമസിക്കരുത്. നമുക്കിന്ന് സമയമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയും ബൈബിൾ വായനയും ബൈബിളിൽ അനുസരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കാതെ ഉഴപ്പുകയും ചെയ്തുകൊണ്ട് നാം ദിവസങ്ങൾ തള്ളി നീക്കിയാൽ ദൈവം അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം അവിശ്വസ്തരായി ജീവിച്ചാൽ ദൈവം അത് മനസ്സിലാക്കുന്നുണ്ട്. നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം അത് കുറിച്ചു വെച്ച് പ്രതിഫലം നൽകുന്നവനാണെന്ന് നാം ഓർക്കണം. ദൈവത്തെക്കാൾ കൂടുതൽ മറ്റ് എന്തിന് പ്രാധാന്യം കൊടുത്താലും നാളുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് മണ്ടത്തരമായി പോയി എന്ന്. ജോസഫ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദർശനത്തിലെ കറ്റകൾ ഇപ്പോൾ ആൾ രൂപങ്ങളായി ജോസഫിൻ്റെ കൺമുമ്പിൽ നിന്നും ജോസഫിനോട് സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 11 വാക്യത്തിൽ കൂടിയും ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 13 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ കൂടിയും ഞങ്ങൾ പരമാർത്ഥികളാണ്, ഒരുത്തനിപ്പോൾ ഇല്ല എന്ന്. ജോസഫിനെ പൊട്ടക്കുഴിയിലിടുകയും അവൻ്റെ പല വർണ്ണത്തിലുള്ള കോട്ട് അടിച്ചെടുക്കുകയും കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്ത ക്രൂരന്മാരായ ജോസഫിൻ്റെ സഹോദരന്മാർ
ജോസഫിൻ്റെ മുൻപിൽ വീണ് കിടന്ന് പറയുകയാണ്, ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. ഞങ്ങളൊരു സഹോദരനില്ല എന്ന് ഞങ്ങളുടെ ഒരു സഹോദരനായ ജോസഫ് ഇപ്പോൾ ഇല്ല എന്ന് ജോസഫിനോട് തന്നെ പറയുകയാണ്. ജോസഫിനെ പോലെ നാം പാപം ചെയ്യാതെ ദൈവത്തോടു കൂടെ ജീവിച്ചാൽ നിശ്ചയമായും ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളും ദർശനങ്ങളും നിറവേറുമ്പോൾ അനേകർ നമ്മോടും പറയും, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. ആകയാൽ ധൈര്യത്തോടെ കർത്താവിൻ്റെ പിന്നാലെ കർത്താവിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. യേശു കർത്താവിൻ്റെ പ്രിയമക്കളായി ജീവിക്കുകയും നിത്യജീവന് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ജഡത്തിൽ കഷ്ടത അനുഭവിക്കുവാൻ ഇടവരാതെ അങ്ങ് സഹായിക്കണമേ. അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.